അങ്ങനെ പാലക്കാട് ബി.ജെ.പിയിൽ ഒരു ഉപതിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പൊട്ടിത്തെറികൾ നടക്കുകയാണ്. ഇതിന്റെ പിന്നിലെ ചരട് വലിക്കുന്നത് ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യറാണ് എന്നാണ് പലരും അടക്കം പറയുന്നത്. ഒരു പരസ്യമായ രഹസ്യമാണെങ്കിലും അത് സത്യമാണെന്ന് തന്നെയാണ് പലരും കരുതുന്നത്. സന്ദീപ് വാര്യർ പറയുന്നു ഇത് ട്രെയിലർ മാത്രമാണ്. 9 ബി.ജെ.പി കൗൺസിലർമാരാണ് രാജിവെക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇവരെയൊക്കെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സന്ദീപ് വാര്യർ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ട്രെയിലർ മാത്രമാണ്, സിനിമ പുറകെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാർ സന്ദീപ് വാര്യർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ചരട് വലിയിൽ UDF-ലേക്ക് എത്തും എന്നുള്ളത്. പലരെയും ബി.ജെ.പി ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് പോയിട്ട് കോൺഗ്രസിലേക്ക് ബി.ജെ.പിയിൽ നിന്ന് ആളെ എടുക്കുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്? അത് വളരെ ലളിതമല്ലേ. ഉദാഹരണത്തിന് ഇപ്പം ബി.ജെ.പി ഇവിടെ വളരെ ശക്തമായിട്ട് ഒരു രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശക്തിയുള്ളവരെങ്ങനെ ദൗർബല്യം ഉണ്ടാവുന്നത് അല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ പാലക്കാട് ജില്ലാ നേതൃത്വത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയം, ആ സ്ഥാനാർത്ഥി നിർണയം വന്ന സമയത്ത് തന്നെ ഒരുവിധം കേരളത്തിലെ കാര്യങ്ങളിലൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയം പഠിക്കുന്ന അല്ലെങ്കിൽ അധികം വലിയ പഠനമൊന്നും ഇല്ലാതെ തന്നെ വെറുതെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ അറിയാൻ പറ്റും കൃഷ്ണകുമാർ അവിടെ ജയിക്കാൻ പോകുന്നില്ല അല്ലേ. അപ്പം കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പശ്ചാത്തലം എന്ത്, എങ്ങനെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വന്നു? അപ്പോൾ നമ്മളൊരു കാര്യത്തെ നമ്മൾ കാണുമ്പോൾ കാരണത്തെ അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ? നമ്മൾ അന്വേഷിച്ചു പോകുന്ന കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകും. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശക്തിയില്ലായ്മയോ അതല്ലെങ്കിൽ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കാനുള്ള ശേഷിയില്ലായ്മയുടെ ഒരു ഉദാഹരണമായിരിക്കും തെറ്റായ തീരുമാനങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ആ തെറ്റായ തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ് അതിൻ്റെ റിസൾട്ടിൽ കാണുന്ന സാധനം. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട സംഗതി അതാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അതേപോലെ തന്നെ ശക്തനായ ഒരു അവിടുത്തെ ബി.ജെ.പി നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ വേദിയിൽ ഇരുത്തിക്കുക എന്ന് സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിച്ച വ്യക്തികൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രസ്ഥാനമാകുമ്പോഴത്തേക്ക് പല അഭിപ്രായക്കാർ ഉള്ളവരുണ്ടാവും. അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയാണ് നേതൃത്വ പടമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ പ്രവർത്തിക്കും. അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയത് പെട്ടെന്നൊരു രാത്രി കൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ പരിവർത്തനം ഉണ്ടായതാണോ, മതനിരപേക്ഷത ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി ആർക്കും എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുപോലെ വന്നതായിരിക്കാം. അതല്ല എങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി.ജെ.പി ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരവരുടേതായിട്ടുള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പരിഗണനയും മുൻഗണനയും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലല്ല പൊതുവെ രാഷ്ട്രീയം പോകുന്നത്. സ്വാഭാവികമായിട്ടും അത് മുൻഗണന വരുമ്പോഴത്തേക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് മുൻഗണന വരുമ്പോൾ രണ്ടാമത്തെ കാര്യമായിരിക്കും പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ സന്ദീപ് വാര്യരെയും അത് തന്നെ ആയിരിക്കണം നയിച്ചത്. അല്ലാതെ ഒരു ദേശീയ ഒരു വിശാലമായ വീക്ഷണം ഒന്നും ആകാൻ സാധ്യതയില്ല. അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായിട്ട് ഇടപെടുകയും സന്ദീപ് വാര്യരെ കൊണ്ടുവരികയും വളരെ ശക്തമായ രീതിയിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിക്കുകയും ഗംഭീരമായ വിജയം നേടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം എന്താണോ അവിടുത്തെ ഉദാഹരണത്തിന് അവിടെ ഒരു ശക്തമായ കാൻഡിഡേറ്റ്, ഫോർ എക്സാമ്പിൾ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എങ്കിൽ പാലക്കാട് കോൺഗ്രസ്സിന് ജയിച്ചു വരിക അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സിനോട് ജയിച്ചു വരിക അത്ര എളുപ്പമാകുമായിരുന്നില്ല. പക്ഷേ അത് വന്നില്ല. അപ്പോൾ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സൃഷ്ടിച്ച അതേ ഘടകങ്ങൾ ഇപ്പോഴും പാലക്കാട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ കാരണങ്ങൾ അതേയോട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ കാണുന്ന സാധനം. സാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക PR ശിവശങ്കർ, സന്ദീപ് വാര്യർ, ഇപ്പോൾ യുവതലമുറയിലുള്ള യുവരാജ് ഗോകുൽ, പ്രശാന്ത് ശിവൻ, ഇങ്ങനെ കുറച്ച് പേരെ മാത്രമേ കേരളത്തിലെ ബി.ജെ.പിക്കാരെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാവൂ. ശോഭാ സുരേന്ദ്രനെ പോലുള്ള കുറച്ച് നേതാക്കളെ. അപ്പോൾ ഈ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ, അദ്ദേഹം ബി.ജെ.പിയുടെ വക്താവായിരുന്നു, പക്ഷെ സോഷ്യൽ മീഡിയകളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വളരെ കഴിവുള്ളൊരു ആളും കൂടിയായിരുന്നു സന്ദീപ് വാര്യർ. ഇത്തരത്തിൽ കഴിവും പിന്നെ നേതൃപാഠവും ഒക്കെ ഉള്ള ഒരാളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് സന്ദേശമാണ് ബി.ജെ.പി അണികൾക്ക് നൽകുന്നത്?
വളരെ വ്യക്തമല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ കയറ്റത്തിന് നമ്മളുടെ മുന്നിലേക്കൊരു തടസ്സമായിട്ട് മറ്റൊരു നേതാവിനെ സ്വന്തം പാർട്ടിയിൽ കാണുമ്പം അവരുടെ താല്പര്യങ്ങൾ അതാ വരുന്നത്. പാർട്ടി താല്പര്യമായിരിക്കും, വ്യക്തിപരമായ താല്പര്യമായിരിക്കും വരുന്നത്, വ്യക്തിപരമായ താല്പര്യമായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നേതൃത്വം വളരെ വീക്കായിട്ടുള്ളൊരു നേതൃത്വമല്ലേ. അത് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ അനുകൂലമായ പല സത്യത്തിൽ ഈ ബി ജെ പിക്ക് കിട്ടുന്ന ഈ വോട്ടിൻ്റെ ശതമാനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും സ്വാഭാവികമായിട്ട് വരുന്ന വോട്ടുകളാണ് കുറേ കൂടുതലായി വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയില്ലായ്മയിൽ നിന്നും ഒക്കെയാണ് ബി ജെ പി കൂട്ടുവരുന്നത്. അല്ല മറിച്ച് ഒരു നേതൃത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ടോ പാടവം കൊണ്ടോ പുത്തൻ ആശയങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ പുത്തൻ ആഗ്രഹങ്ങളും ആസ്പിറേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ബി ജെ പിയെ കുറിച്ച് ഇപ്പം പ്രതിപക്ഷത്തുള്ളവർ സമ്മതിക്കുന്ന ഒരു ഘടകം ആൾക്കാരിലൊരു ഒരു ഒരു പ്രതീക്ഷ ഉണർത്തുന്നതിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വാസ്തവത്തിൽ ഒരു മറ്റൊരു CPM പാർട്ടിയുടെ ഒരു സ്വഭാവത്തിലൂടെയാണ് ബി ജെ പി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ ഈ പാലക്കാട് നഗരസഭയിൽ കാണുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും വളരെ ബി ജെ പിയുടെ വളരെ ശക്തരായ നേതാക്കളാണ്, അല്ലെങ്കിൽ വളരെ ഈ അവിടുത്തെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ആ ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ബി ജെ പിയുടെ പാലക്കാട് വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അംഗങ്ങൾ സ്വാഭാവികമായിട്ട് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ചരടുവലിയിൽ പെട്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്കധികം അവിടെ അസഹിഷ്ണുതയും അതല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വവുമായിട്ട് വിയോജിപ്പുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് സാർ. മറ്റൊന്ന്, ഈ പ്രശാന്ത് ശിവനെ പോലെയുള്ളവർ യുവ നേതാക്കളാണ്. ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഒരു സമയത്ത് പാർട്ടിയെ വലുതാക്കാനായി പ്രവർത്തിച്ച നിരവധി പേർ പാലക്കാടുണ്ടാവും. പാലക്കാട് പാർട്ടിക്ക് കൃത്യമായ ഒരു അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ ആ പ്രവർത്തിച്ചവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയകളിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ ഇന്നലെ പ്രചരണത്തിനിറങ്ങിയ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യം അത് തന്നെയല്ലേ നമ്മൾ പാലക്കാടും ഈ പൊട്ടിത്തെറിയിലൂടെ മനസ്സിലാക്കേണ്ടത്? അതിനകത്തൊരു പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കേന്ദ്രീകൃതമായി മാറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം സന്ദീപ് വാര്യർ പോലും, സന്ദീപ് വാര്യർ ഒരു പക്ഷെങ്കിൽ അദ്ദേഹം വളരെ നേരത്തെ പാർട്ടിയിലുള്ള നേതാവാണ്. അവസാന കാലഘട്ടത്തിലായിരിക്കും സോഷ്യൽ മീഡിയയിൽ സജീവമായത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ കണക്കിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ പൊതു ധാരയിൽ ആ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം താഴേക്കിടയിലേക്ക് അണികളെടുത്ത് പ്രവർത്തിക്കുകയും അണികളെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ രാഷ്ട്രീയപരമായി ഉദ്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം വരുന്നത്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു യുവ നേതാവ് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. പ്രായം നോക്കാതെ തന്നെ ആ യുവ നേതാവിലേക്ക് നേതൃത്വം സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇവിടെ അങ്ങനെയല്ല വരുന്നത്, മറിച്ച് ഈ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ളതും അതേപോലെ സോഷ്യൽ മീഡിയയിലുണ്ടാകുന്ന പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സോഷ്യൽ മീഡിയയിലൊന്നും അളവുപോലല്ല, പ്രചാരമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും പ്രചാരവും തമ്മിലുള്ള ഒരു മനസ്സിലാക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്ത്, പ്രചാരത്തിൻ്റെ പ്രത്യേകത എന്ത്, പ്രചാരത്തിന് എത്രമാത്രം പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ നിശ്ചയിക്കുകയും അതനുസരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് യുവ നേതൃത്വത്തെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് യുവാക്കളുടെ ഇടയിൽ നിന്ന് നല്ല നേതാക്കന്മാർ വരിക. ഇവിടെ അതല്ല സംഭവം. ഇവിടെ സ്വാഭാവികമായിട്ടും വലിയ ആയാസമില്ലാതെ പ്രസ്താവനകൾ ഇറക്കുക, പത്രസമ്മേളനം നടത്തുക, അതേപോലെ PR വർക്ക് നടത്തി പിന്നെ വളരെ ഒരു നമ്മളൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ. അത് ഏറ്റവും വൃത്തികെട്ട ഒരു പ്രയോഗമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള മൃഗസ്വഭാവമാണ്. അതായത് ഇപ്പോൾ ഒരു നായയെ കല്ലെടുത്ത് എറിഞ്ഞാൽ അത് കുരയ്ക്കുന്നു. അപ്പോൾ ഈ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായയുടെ സ്വഭാവം നമ്മളിലൂടെ പ്രകടമാകുന്ന അവസ്ഥയ്ക്കാണ്. കേൾക്കുമ്പോൾ ഭയങ്കര ഈ കുരയുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഗംഭീരമായി ഉരുളയ്ക്ക് നല്ല ഉപ്പേരിയാണെന്നൊക്കെ തോന്നും സാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉരുളയ്ക്ക് ഉപ്പേരികളുടെ ഒരു ഭയങ്കരമായിട്ട് സാധ്യതയുള്ളൊരു ഇടമായിട്ടാണ് വിശേഷിച്ച് ഈ ടെലിവിഷനും ഈ പിന്നെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി കേരളത്തിൽ.
അപ്പോൾ അങ്ങനെ ഉപ്പേരി വിദഗ്ധർ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉപ്പേരി കാണുന്നവർക്ക് ഒന്ന് കൊള്ളാം, ഉപ്പേരി കൊള്ളാം എന്നത് നിവൃത്തിയില്ല സാർ. അതെ, അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം BJP പാലക്കാട് എന്ത് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും.